ആ വലിച്ച് കേറ്റിനയുടെ കാശാലുള്ള മോനൊന്ന് വാങ്ങിച്ചു വായിക്കാൻ. ഇവൻ ഉമ്മൻ രാവിലെ തന്നെ കെട്ടിയെന്ന് ഓരോ വക്കോട്ട് ചെങ്ങൈമാരി. നാണം കെടുത്തല്ലേ കേറ. അളിയാ, നിന്റെ ബിസിനസ് പ്ലാൻ ഒക്കെ എന്തായി? ഐ ഹാവ് ലോട്ട് ഓഫ് പ്ലാൻസ് ബഡി. പക്ഷേ ഒരു ഫണ്ടർ കിട്ടണം. നിന്റെ ഡാഡികളപ്പോ എന്തിനാടാ വേറൊരു ഫണ്ടർ? ആ റിലേഷനൊക്കെ ചളമായി മോനെ. ഞാൻ സ്റ്റേറ്റ്സിലേക്ക് ചെല്ലുന്നില്ലെന്ന് പറഞ്ഞപ്പോ പപ്പ എന്റെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് പാറ്റി ഇട്ടു. ഇപ്പൊ പുതിയ സ്ഥലത്ത് റെന്റ് ഒപ്പിക്കാനുള്ള ഓട്ടത്തില ഞാൻ. ഓഹോ, നീ എന്നെ ഇപ്പൊ റെന്റ് ഷെയറിങ്ങിന് വിളിച്ചു വരുത്തിയാണല്ലേ? ഞാനങ്ങനെ ചെയ്യൂടാ. എടാതെ, നമ്മൾ കേറി ചെല്ലുമ്പോ അവിടെ തവളയുടെ കണക്കിനൊരു സാധനം ഇരിപ്പുണ്ടാവും. മൈൻഡ് ചെയ്തേക്ക്. ഏതാ സാധനം? നമ്മുടെ ഓണറാ. കുരിശാണല്ലേ? ഇതാണോ തവള? മൈൻഡ് ഉണ്ടോ? നിർത്ത്. പിള്ളച്ചേട്ടനല്ലേ പറഞ്ഞത് തനിച്ച് താമസിച്ച ബുദ്ധിമുട്ടാവുന്നു. പോയാ ഇതിപ്പോ ഞങ്ങൾ രണ്ടുപേരല്ലേ. ഐ മാനേജ് ഇറ്റ്. ഇതൊരുമാതിരി കോണത്തിലെ മാനേജിങ് ആയിപ്പോയി. ഇതെന്താ പട്ടി കടിച്ച? മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്കെന്തെങ്കിലും ന്യൂ ബിസിനസ് പ്ലാൻ ചെയ്താലോ? നീ പ്ലാൻ ചെയ്യ്. പ്ലാനിങ്ങിന് ഫണ്ടർ വേണ്ടല്ലോ. ഇത് തനി നാടനാ. തീറ്റാനും വളർത്താനും ആരുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം ഓടി നടന്ന് സ്വയം കണ്ടെത്തണം. എന്നാലോ ആർക്കും ഒരു വിലയില്ല. ഗുഡ് മോർണിംഗ്. താങ്ക് യു. ഒരു ഇന്റർവ്യൂ ഉണ്ടേ. ഓഹോ, അപ്പൊ ഇതാണ് ആ പേപ്പർ തിന്നണ ഇനം. അനിയ, പേപ്പർ വായന ഞാൻ നിർത്തി. അന്നേരം തീറ്റ നഷ്ടപ്പെട്ട നായയെപ്പോലെ എൻ്റെ നേരെ ഒന്ന് മുരണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. അവൻ്റെ പേപ്പർ തീറ്റ ഞാൻ നിർത്തിയത് കൊണ്ടാണോ എന്നറിയില്ല. പിറ്റേന്ന് അവൻ്റെ കെയർ-ഓഫിൽ പുതിയ ഒരു ഇനം വന്ന് കയറി. രണ്ടെണ്ണത്തിൻ്റെ ശല്യമുണ്ടായിരുന്നെങ്കിലും ഈ ഒരിനം വന്നു കയറിയപ്പോഴാ എൻ്റെ മനസ്സമാധാനം പോയത്. ഇവൻ ഗൗതം. എന്താണ് ഇത്? മാസ്റ്റർ അടുത്ത് ട്യൂഷൻ വരുന്ന കുട്ടിയാണോ? പറഞ്ഞുതരാട്ടോന്നൊരു സംശയം. ഇത് ഗൗതം, പാരഡൈസ് ബാറിലെ സിംഗർ കം ഗിറ്റാറിസ്റ്റാ. നിന്റെ ബിസിനസ് പ്ലാനിന് ഫണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയ കക്ഷിയാ. ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. ഈ ഒരു ഇനത്തിന്റെ മറ്റൊരു കുഴപ്പ ഓരിയിട്ട് ആളെ പേടിക്കും.